മദ്യനയക്കേസിൽ അറസ്റ്റും റിമാൻഡും ചോദ്യം ചെയ്ത് അരവിന്ദ് കെജ്രിവാൾ സമർപ്പിച്ച ഹർജിയിൽ ഇഡിക്ക് നോട്ടീസ് അയച്ച് സുപ്രീം കോടതി. ഈ മാസം 24-നകം സത്യവാങ്മൂലം നൽകാൻ സുപ്രീം കോടതി നിർദ്ദേശിച്ചു. ഇതിനിടെ CBIയുടെ കസ്റ്റഡി കാലാവധി അവസാനിച്ചതിനെ തുടർന്ന് BRS നേതാവ് K. കവിതയെ റോസ് അവന്യൂ കോടതി ഏപ്രിൽ 23 വരെ വീണ്ടും ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിട്ടു. ഇഡിയുടെ മറുപടിക്ക് ശേഷം കെജ്രിവാളിന്റെ ഹർജിയിൽ വാദം കേൾക്കാമെന്ന നിലപാടാണ് സുപ്രീം കോടതി സ്വീകരിച്ചത്. ഈ മാസം 24-നകം ഹർജിയിൽ മറുപടി സത്യവാങ്മൂലം നൽകാൻ ജസ്റ്റിസുമാരായ സഞ്ജീവ് ഖന്ന, ദീപങ്കർ ദത്ത എന്നിവരടങ്ങിയ ബെഞ്ച് ആവശ്യപ്പെട്ടു. ഹർജി വെള്ളിയാഴ്ച കേൾക്കണമെന്ന അരവിന്ദ് കെജ്രിവാളിന്റെ അഭിഭാഷകൻ അഭിഷേക് മനു സിംഗ്വിയുടെ ആവശ്യം കോടതി നിരസിച്ചു. ഇഡിയുടെ അന്വേഷണ റിപ്പോർട്ടിലോ കുറ്റപത്രത്തിലോ കെജ്രിവാളിന്റെ പേര് ആദ്യം മുതൽ ഉണ്ടായിരുന്നില്ലെന്നും അസാധാരണമായ രീതിയാണ് നടക്കുന്നതെന്നും മനു അഭിഷേക് സിംഗ്വി അറിയിച്ചു. തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ നിന്നും മാറ്റി നിർത്താനുള്ള ശ്രമമാണെന്നും കോടതിയുടെ മനസാക്ഷിയെ ഞെട്ടിക്കുന്ന പല വസ്തുതകളും വെളിപ്പെടുത്താനുണ്ടെന്നുമായിരുന്നു മനു അഭിഷേക് സിംഗ്വി അറിയിച്ചത്. എന്നാൽ ഇഡിയുടെ മറുപടിക്ക് ശേഷം വിശദമായ വാദത്തിലേക്ക് കടക്കാമെന്ന് സുപ്രീം കോടതി അറിയിച്ചു. പത്രമാധ്യമങ്ങളിൽ നിന്ന് കാര്യങ്ങൾ മനസ്സിലാക്കുന്നുണ്ടെന്ന പരാമർശവും കോടതി വാക്കാൽ നടത്തി. തുടർന്ന് 29-ന് ശേഷം കേസ് പരിഗണിക്കാനായി മാറ്റുകയായിരുന്നു. അതിനിടെ കെജ്രിവാളിന്റെ ജുഡീഷ്യൽ കസ്റ്റഡി കാലാവധി ദില്ലി റോസ് അവന്യൂ കോടതി ഈ മാസം 23 വരെ നീട്ടി. ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം. Be a Rajakumari. Rajakumari Gold and Diamonds. The trust of Travancore. Rajakumari.